ഒരു മനുഷ്യൻ ദോഷിയാണെന്നതിന്റെ അടയാളം 4 കാര്യമാണ്. 1, ദിക്റുൽ ഹസനാത്തിൽ മാളിയ, കഴിഞ്ഞകാല നന്മകൾ ഓർത്തു വെക്കുക. വനിസിയാൻ ദുനൂബിൽ മാളിയ, കഴിഞ്ഞകാല തിന്മകൾ മറന്നുപോവുക. അന്നദറു അലാ ഇലാമാൻ ഫൗഖഹു ഫി അംരി ദുനിയ, ഭൗതിക കാര്യങ്ങൾ തന്റെ മുകളിലുള്ളവരിലേക്ക് മാത്രം നോക്കുക. വന്നദറു ഇലാമൻ അസ്ഫല മിൻഹു ഇലാ ഫി അംരി ദീൻ, ദീൻ കാര്യത്തിൽ താഴേക്ക് നോക്കുക. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാരാ? ഗാന്ധിജി, മഹാനായ ഗാന്ധിജി. എന്താ മനുഷ്യന്റെ ഗുണം? എന്താ? എല്ലാം നിറഞ്ഞു നിന്നിട്ട് ഫക്കീറായി ജീവിച്ചു. ഒട്ടമേശ സമ്മേളനത്തിന് വേണ്ടി പോയപ്പോൾ രാവിലെ നടക്കാൻ പോവുക. വിൻസെൻ്റ് ചർച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ ചർച്ചിൽ കോട്ടിൻ്റെ മേലെ കോട്ടിട്ടിട്ടുണ്ട്. അത് നല്ല 0 ഡിഗ്രിയിൽ അവസ്ഥയാണ്, ഭയങ്കര തണുപ്പുള്ള സമയം. അന്നും ഈ മനുഷ്യൻ ഒരു മുണ്ടും ഒരു മേൽമുണ്ടും മാത്രം ഇട്ട് ലണ്ടൻ ടൗണിലൂടെ നടന്നു. അപ്പോൾ ഈ കഴിഞ്ഞ യൂനിസിൻ്റെ ഓർമ്മയാണ് അലൈഹിസ്സലാം. فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. സൂറത്തുൽ അംബിയാ 87-ാമത്തെ വചനം. 99% കാര്യങ്ങളും അകപ്പെടലല്ല എന്ന് നമ്മൾ കഴിഞ്ഞ 4-5 വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. ഇനി അതിനെതിരെ പറയരുത്. അതായത് നമ്മളൊരു രോഗത്തിൽപ്പെട്ടുപോയി, അത് അകപ്പെടലല്ല. നമ്മളൊരു പ്രയാസത്തിൽ പെട്ടുപോയി, നമ്മളെ ഭാര്യ മരിച്ചു, മക്കൾ മരിച്ചു, നമുക്ക് എന്തൊക്കെയോ വന്നു, അതൊന്നും അകപ്പെടലല്ല. നാട്ടുകാർ നമ്മളെ തള്ളി, അതൊരു അകപ്പെടലല്ല. അയൽവാസികൾ നമ്മളെ വെറുത്തു, അത് അകപ്പെടലല്ല. ഒന്നും അകപ്പെടലല്ല, അതൊന്നും അകപ്പെടലല്ല. കടം വന്നുകൂടി, പ്രയാസം അധികരിച്ചു, ഒന്നും അകപ്പെടല. എന്തുകൊണ്ട്? ഇതില്ലാത്ത ഒരു നബി ഉണ്ടായിട്ടില്ല. ദാരിദ്ര്യം, വിഷമം, ദാരിദ്ര്യം. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യൻ പറഞ്ഞത് എനിക്ക് നിറയരുത് എന്നാണ്. എനിക്ക് നിറയരുത്. എപ്പോഴാണ് പ്രശ്നങ്ങൾ സംഭവിച്ചത്? എപ്പോൾ നിറവ് തുടങ്ങിയോ അപ്പോൾ പ്രശ്നങ്ങളുണ്ടായതാണ്. അതാണ് അടിസ്ഥാന കാരണം. മലയാളക്കരയിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം 970 ഗൾഫ് ആരംഭിച്ചതാണ്. ഗൾഫ് വന്നതോടുകൂടെ ദാരിദ്ര്യം തീർന്നു. ദാരിദ്ര്യത്തിൻ്റെ സാർവത്രികത ഇല്ലാതായി. കൂട്ടത്തിൽ ആർക്കോ ദാരിദ്ര്യം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ സാർവത്രികത ഇല്ലാതായി. മനുഷ്യർക്ക് വേണ്ടത് ദാരിദ്ര്യമാണ്, ധനമല്ല. എന്നാൽ ഗൾഫ് വന്നപ്പോൾ ലോക ചരിത്രത്തിൽ ഏത് കാലത്തും 98% മനുഷ്യരും ദരിദ്രരാണ്. ലോക ചരിത്രം അങ്ങനെ അല്ലാതെ ഇല്ല. അങ്ങനെ അല്ലാത്തൊരു ഇല്ല, ഇന്ന് ലോക ചരിത്രം ഇല്ല. അത് മനുഷ്യൻ്റെ അടിസ്ഥാന ഗുണമാണ്. എന്താ ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാവുക? അവന് ആരോഗ്യം ഉണ്ടാവും. ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ആരോഗ്യമുണ്ടാവും. ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ സ്നേഹമുണ്ടാവും. ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ഓർമ്മകളുണ്ടാവും. ദാരിദ്ര്യം മനുഷ്യന് ഓർമ്മകൾ നൽകും. ധനം മനുഷ്യന് ഓർമ്മ നശിപ്പിച്ചു കളയും. നിങ്ങൾ പട്ടിണി കടന്ന ദിവസം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നിങ്ങൾ തിന്ന ദിവസം ഓർമ്മയുണ്ടാവില്ല. നിങ്ങൾക്ക് രോഗം വന്ന് നിങ്ങളുടെ എല്ലാ കോൺഷ്യസ് മൈൻഡും നഷ്ടപ്പെട്ട് നിങ്ങൾ കിടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് 10 കൊല്ലം മുമ്പാണെങ്കിലും ഓർമ്മ ഉണ്ടാവും. അന്ന് ഞാൻ 10 ദിവസമാണ് അവിടെ കിടന്നത്, ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്നത്, നമുക്ക് ഓർമ്മ ഉണ്ടാവും. സഹിക്കാൻ കഴിയില്ല എന്ന്. അതിൻ്റെ ഇടയിൽ 10,000-കണക്കിന് ദിവസങ്ങൾ ജീവിച്ചു, ഓർമ്മ ഉണ്ടാവില്ല. അപ്പം അതൊന്നും അകപ്പെടലല്ല. അത് മനുഷ്യൻ്റെ അടിസ്ഥാന നാച്ചുറൽ സിസ്റ്റമാണ്. ദാരിദ്ര്യം സിസ്റ്റമാണ്. അല്ലാഹുമ്മ അഹീനി മിസ്കീനൻ വ അമിത്നി മിസ്കീനൻ വഹ്ശുർനി ഫീ സുമ്രത്തിൽ മസാക്കിൻ. ഇത് പുണ്യ റസൂലിൻ്റെ ദുആയാണ്. അല്ലാഹുവേ, നീ എന്നെ മിസ്കീനായി ജീവിപ്പിച്ച് വ അമിത്നി മിസ്കീനൻ, എന്നെ മിസ്കീനായി മരിപ്പിക്കണം. അപ്പം മസ്കനത്ത് എന്ന എൻ്റെ ഈ ഒരു അവസ്ഥ, അതായത് ഫഖറല്ല. ഫഖർ എന്ന് പറഞ്ഞാൽ പറ്റ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ, അതല്ല. മസ്കനത്ത് എന്ന് പറഞ്ഞാൽ തികയൂല. 10 ആവശ്യമുള്ളിടത്തേക്ക് 7, 8 കിട്ടുക, ഇത് മസ്കനത്താണ്. ഇതാണ് മസ്കനത്ത്, മിസ്കീനാകുക. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീൻ ദുആയാണ്, ഒരു മനുഷ്യൻ്റെ ദുആയാണ്. എനിക്കൊരിക്കലും
11 ഉണ്ടാകരുത്, 10 ഉണ്ടാകരുത്, 10 വേണ്ടടുത്ത് എനിക്കൊരിക്കലും 10 ഉണ്ടാകരുത് എന്ന ആയുസ് മുഴുവനും ദുആ ചെയ്ത ഒരു മനുഷ്യൻ്റെ അനുയായികൾ നമ്മൾ. എന്തുകൊണ്ട്? അവിടെയാണ് ഖൈറ്. അവിടെ മനുഷ്യന് ആരോഗ്യം ഉണ്ടാവും. നിങ്ങളിത് ചിന്തിക്കണം. അവിടെ മനുഷ്യന് ആരോഗ്യം ഉണ്ടാവും, ബുദ്ധി വികസിക്കും. വളരെ ചിന്തിക്കണം. മനുഷ്യൻ ചിന്തിക്കണം. മനുഷ്യൻ്റെ അടിസ്ഥാന ഗുണം ദാരിദ്ര്യം. എപ്പോഴെങ്കിലും ഒരു മനുഷ്യന് ധനമുണ്ടെങ്കിൽ അവൻ്റെ കാര്യം പോക്കാണ്. ലോക ചരിത്രത്തിൽ ധനാഢ്യന്മാരിൽ നല്ലവർ വളരെ കുറച്ചല്ലേ ഉള്ളൂ. ലോക ചരിത്രത്തിൽ ഭരണാധികാരികൾ നല്ലവർ വളരെ കുറച്ചാണ്. ആ കുറച്ചുള്ള ഭരണാധികാരികൾ ആരുടെയും മേലെയാണ്. 7 ആളുകളുടെ ദുആക്ക് ഉത്തരാണ്. 7 ആളുകൾക്ക് അർശിൻ്റെ തണലാണ്. ആരാണ് ആ 7 ആളുകൾ? ഒന്ന് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. അത് റയർ കേസാണ്. 1000 ഭരണാധികാരികളിൽ ഒരാൾക്ക് നീതി ചെയ്യാൻ കഴിയില്ല. 1000 ഭരണാധികാരികളിൽ ഒരാൾക്ക് പോലും പൂർണ്ണമായി നീതിമാനാൻ കഴിയില്ല. അത് റയർ കേസാണ്. ഇമാമുൻ ആദിലുൻ, ആദ്യത്തെ അർശിൻ്റെ തണൽ കിട്ടുന്ന ആദ്യത്തെ ആളാരാ? ആദ്യത്തെ ആളാരാ? അർശിൻ്റെ തണൽ എന്ന് പറഞ്ഞാൽ പരലോകത്തെ ഒരു അസുലഭമായ ഭാഗ്യമാണ്. ഇത് 7 വിഭാഗം ആളുകൾക്കാണ്. അതിനാദ്യത്തെ ആളാരാ? ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. അതിൻ്റെ അർത്ഥം എന്താ? അത് റയർ കേസാണ്. അത് കിട്ടൂല, അത് പ്രയാസാണ്. അപ്പൊ സ്ഥാനങ്ങളും ധനവും ഉള്ള ആളുകൾക്ക് നന്നായി തീരൽ വളരെ റയർ കേസാണ്. കാരണം മനുഷ്യ അടിസ്ഥാന ഗുണം എന്താ? ഭരണീയത. ഭരണാധികാരിയാകലല്ല, ഭരണീയനാവലാണ് അടിസ്ഥാന ഗുണം. ചിന്തിക്ക്. ലോക ചരിത്രത്തിൽ അമ്പിയാക്കളിൽ ഭരണാധികാരികളായ അമ്പിയാക്കൾ വളരെ കുറവല്ലേ? ഒരു ദാവൂദും ഉണ്ട്, ഒരു സുലൈമാനും ഉണ്ട് അലൈഹിമസ്സലാത്തു വസ്സലാം. ഈ ആളുകളോ? ഇവരെ പറ്റി ഒന്ന് പറയാം. ഈ ആളുകളുടെ അവസ്ഥ എന്താ? കാന ലാ യഅ്കുലു ഇല്ലാ മിൻ അമലി യദൈഹി സയ്യിദുനാ ദാവൂദ്. ഇസ്രായേലിലെ വലിയ പ്രഭുവായിരുന്നു ദാവൂദ് അലൈഹിസ്സലാം. വലിയ ദരിദ്രൻ. മീശയുടെ 13 മക്കളിൽപ്പെട്ട അവസാനത്തെ മകനാണ് ദാവൂദ് ബിൻ മീശയാണ്. മീശയുടെ 13 മക്കളിൽപ്പെട്ട അവസാനത്തെ മകനാണ് ദാവൂദ് അലൈഹിസ്സലാം. ഒന്നിനും കൊള്ളാത്ത മകനായതുകൊണ്ട് മീശ ഈ കുട്ടിയെ ഇടയനാക്കി. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അങ്ങനെയാണ് ചരിത്രം. പിന്നെ ഈ കുട്ടി വളർന്ന പ്രഭുവായി. പിന്നെ ഈ കുട്ടി എങ്ങനെ ജീവിച്ചത്? ലാ യഅ്കുലു ഇല്ലാ മിൻ അമലി യദൈഹി. സാധാരണ തൊഴിലാളികളുടെ തൊഴിൽ ചെയ്തിട്ട് അതിൽ നിന്ന് മിച്ചം കിട്ടുന്ന അത് ജെറൂസലേമിലെ ചന്തയിലേക്ക് കൊടുത്തയച്ച് ആ ചന്തയിൽ നിന്ന് കൊടുത്തയച്ചതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് ആര് ജീവിച്ചത്? അപ്പൊ ഖജനാവ് നാട്ടുകാർക്ക്. ദാവൂദോ സാധുവിനെ പോലെ ജീവിക്കും അലൈഹിസ്സലാം. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അപ്പോൾ ധനാഢ്യന്മാരായ അമ്പിയാക്കൾ കുറവ്, ഭരണാധികാരികളായ അമ്പിയാക്കൾ വളരെ കുറവ്. അവർ തന്നെ ദരിദ്രരെ പോലെ ജീവിച്ചു. നിങ്ങൾ ചിന്തിക്കണം. ദരിദ്രരെ പോലെ ചിന്തിക്കണം. ദരിദ്രരെ പോലെ അവർ ജീവിച്ചു. നിങ്ങൾ ചിന്തിക്കണം. മനുഷ്യൻ അടിസ്ഥാന ഗുണം വേണ്ടത് ദാരിദ്ര്യമാണ്. ധനമുണ്ടെങ്കിൽ ഒരാൾ ഉന്നതനായാൽ അയാൾ ദരിദ്രനെ പോലെ ആവണം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാരാ? ഞാൻ മറ്റന്നാൾ അദ്ദേഹത്തെക്കുറിച്ച് വിശാലമായ പഠനം പറയുന്നുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാരാ? ഗാന്ധിജി, മഹാനായ ഗാന്ധിജി. എന്താ ആ മനുഷ്യൻ്റെ ഗുണം എന്താ? എല്ലാം നിറഞ്ഞു നിന്നിട്ട് ഫക്കീറായി ജീവിച്ചു. വട്ടമേശ സമ്മേളനത്തിന് വേണ്ടി പോയപ്പോൾ രാവിലെ നടക്കാൻ പോവാം. വിൻസെൻ്റ് ചർച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ ചർച്ചിൽ കോട്ടിൻ്റെ മേലെ കോട്ടിട്ടിട്ടുണ്ട്. അത് നല്ല 0 ഡിഗ്രിയിൽ അവസ്ഥയാണ്. ഭയങ്കര തണുപ്പുള്ള സമയമാണ്. അന്നും ഈ മനുഷ്യൻ ഒരു മുണ്ടും ഒരു മേൽമുണ്ടും മാത്രം ഇട്ട് ലണ്ടൻ ടൗണിലൂടെ നടന്നു. ഇവരെ കൂടെ നടക്കാൻ പോവാം. അപ്പോൾ എല്ലാവരും നിർബന്ധിച്ചു, ബാപ്പുജി വരാൻ ഒരു കോട്ടെങ്കിലും വേണ്ട,
കാരണം 40 കോടിയിലേറെ ജനങ്ങൾ ഫക്കീറായി ജീവിക്കുന്ന ഒരു നാട്ടിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്ന ഞാൻ, അവർക്ക് ഉടുതുണിയില്ല. ഉറുതുണിക്ക് അതിന് കാരണമുണ്ട്. അതിന് കാരണം അങ്ങനെ ആവാൻ കാരണമുണ്ട്. ഞാൻ മറ്റന്നാ പറയാം. പഠിക്കേണ്ട ഒരാളാണ്. 20-ാം നൂറ്റാണ്ടിലെ മഹാത്ഭുതമാണ് ഗാന്ധിജി. 20-ാം നൂറ്റാണ്ടിലെ മഹാത്ഭുതമാണ് ഗാന്ധിജി. കോമൺ ഹിസ്റ്ററിയിൽ അതിന് പകരം ഒരാളില്ല. നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. പഠിക്കണം. നിങ്ങൾ ചിന്തിക്കണം. ചില ആളുകൾ അതിൻ്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ചില എത്ര മുസ്ലിമീങ്ങളെ കുറിച്ച് പറയാണ്ട്, ഇയാൾക്ക് എന്താ പിരാണ്ട. നീ എന്നെ ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളടാ. ഇന്ന് എൻ്റെ ലിസ്റ്റിൽ നിന്ന് ഞാൻ വെട്ടിക്കള. ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഒതുങ്ങാത്ത ഒരാളാണ്. നന്മ തന്നെയാണ്. ആരിൽ നിന്നും പഠിക്കാണ്ട്. ഗാന്ധിജി ഒരു അത്ഭുതം. ഗാന്ധിജി ജീവിച്ച നാട്ടിലാണ് ഞാൻ ജീവിക്കും. 20-ാം നൂറ്റാണ്ടിലെ അത്ഭുതം ഗാന്ധിജിയാണ്. അതിന് പകരം ഒരാൾ 20-ാം നൂറ്റാണ്ടിലില്ല. ഗാന്ധിജിയോളം വന്ന കോമൺ ഹിസ്റ്ററിയിൽ ഞാനൊരു മുസ്ലിമിന് പ്രധാനപ്പെട്ട മുസ്ലിം ഇല്ലേന്നോ, ഒരു ക്രിസ്ത്യാനിക്ക് പ്രധാനപ്പെട്ട വേറൊരു ക്രിസ്തീയ പുണ്യവാളനില്ലെന്നൊന്നല്ല എൻ്റെ ചർച്ച. കോമൺ ഹിസ്റ്ററിയിൽ ഗാന്ധിജിക്ക് പകരം ഒരാൾ ലോകചരിത്രത്തിൽ 20-ാം നൂറ്റാണ്ടിലില്ല. എന്താ എല്ലാം നിറഞ്ഞൊരു മനുഷ്യൻ ഫക്കീറായി ജീവിച്ചു. അപ്പോൾ മനുഷ്യൻ്റെ അടിസ്ഥാന ഗുണം ഫക്കറ. ഞാൻ ഫക്കീറാണെന്ന് പറയല്ല, മിസ്കീനാവുക. ഫക്കീറാവുമ്പോൾ കൊതി വന്നു. മിസ്കീന് കൊതി ഉണ്ടാവില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. അതായത് 10 കിട്ടേണ്ട അടുത്ത് 8 കിട്ടുക. അപ്പോൾ ബാക്കി എന്ത് ചെയ്യുക? ബെൽറ്റിൻ്റെ തുള കൂട്ടുക. നമ്മളുണ്ടല്ലോ ഒരു എക്സ്ട്രാ തുള ഇടല്. എനിക്ക് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കാലിന് ചെറിയൊരു മുറി വന്നു. അപ്പോൾ ഈ സൈനും മൂസക്കുട്ടിയും കൂടി കൊണ്ടുപോയിട്ട് എന്നെ പുതിയ ചെരുപ്പ് വാങ്ങാറാണ്. ചെരുപ്പ് ഇട്ടാൻ കഴിയില്ല. അപ്പോൾ ചെരുപ്പ് വാങ്ങാൻ നിറം കൊണ്ടുപോയി. അപ്പോൾ ചെരുപ്പിൻ്റെ പീടിയെ കൊണ്ടുപോയി. അപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങിയിട്ട് ആ ചെരുപ്പിന് എന്ത് ചെയ്തു എന്നറിയാം, അവരെന്നെ അയാളെ കൊണ്ട് വേറൊരു തൊള്ളടിപ്പിച്ചു. കാലിന് മേൽക്കാൾ ഒന്നും കൂടി പൊങ്ങിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യാലോ. ബെൽറ്റിന് തൊള്ളിടുക. 10 കിട്ടേണ്ട അടുത്ത് 8 10 കിട്ടേണ്ട അടുത്ത് 8 ആകുമ്പോൾ ബെൽറ്റിന് തൊള്ളിട്ടാൽ മതി. കൊതിയില്ല, ഒതുങ്ങ. ഇത് മനുഷ്യൻ്റെ അടിസ്ഥാന ഗുണമാണ്. അപ്പോൾ ദാരിദ്ര്യം ഒരകപ്പെടലല്ല, ധനം ഒരകപ്പെടലാണ്. ഇപ്പം നമ്മൾ 50 കൊല്ലം മുമ്പ് കോഴിക്കോട് ബീച്ചിലൂടെ നടന്നു പോയാൽ ഒരു മനുഷ്യനെ കാണാണ്ടാവില്ല. ആരല്ലാതെ പറ. അതെ, അതായത് കടൽ തൊഴിലാളികൾ. അങ്ങനെ പറഞ്ഞോളി. കടൽ തൊഴിലാളികളെ അല്ലാത്ത ഒരാളെ കാണാണ്ടാവില്ല. ഏത് നേരത്ത്, വൈകുന്നേരം അല്ലെങ്കിൽ ഏർലി മോർണിംഗ്, രാവിലെ 6 മണി 7 മണി, അതൊക്കെയാണ് നല്ല നേരം. ഒരു 6 മണിക്കോ 7 മണിക്കോ പോയാൽ കാണാണ്ടാവില്ല. ഇന്ന് രാവിലെ 7 മണിക്ക് പോയാൽ 100 കണക്കിന് ഓട്ടക്കാരെ കാണും. എന്താണ് ഒരു ഓടാനുള്ള കാരണം? ഒരു പണിയില്ല, പിന്നെ ഓടണം. ലോക ചരിത്രത്തിൽ മനുഷ്യൻ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഏഷ്യക്കാർ ഓട്ടം തുടങ്ങിയത് ഒരു 40 കൊല്ലത്തിന് 30 കൊല്ലത്തിന് ശേഷമാണ്. ഏഷ്യക്കാരങ്ങനെ ഓടൂല, ഇംഗ്ലീഷുകാരോടും. കാരണം അവർക്ക് അതിൽ കട്ടുണ്ടെന്ന് മുതലുണ്ട്. അവർ 16-ാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ കോളനൈസേഷൻ തുടങ്ങി. കോളനൈസേഷൻ വന്നപ്പോൾ അവർക്ക് ലോകത്തെ രാജ്യങ്ങളിലെ മുഴുവൻ സമ്പത്ത് കിട്ടി. അപ്പോൾ അവർക്ക് വെറുതെ ഇരുന്ന് ഉണ്ണാൻ കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ഓടണം. മോർണിംഗ് വാക്കൊക്കെ തുടങ്ങിയ അവരാ. നമുക്ക് എന്ത് മോർണിംഗ് വാക്ക്? നേരം വെളുത്ത് എന്തെങ്കിലും അരിമണി വറുത്തവും ചായയും പാടത്തേക്ക് വാങ്ങി. പിന്നെ എന്തിനാ മോർണിംഗ് വാക്ക്? മോർണിംഗ് റണ്ണല്ലേ? എന്ത് മോർണിംഗ് വാക്കടോ ഏഷ്യക്കാർക്ക്? ഏഷ്യക്കാർ പായും. മരുഭൂമിയിൽ പോലും പായും. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്നൊരു പുസ്തകമുണ്ട്. അപ്പോൾ അതിൽ ഫാത്തിമ എന്ന പെൺകുട്ടി പറയുന്നൊരു ഭാഗമുണ്ട്. വളരെ മനോഹരമായ പുസ്തകമാണ് ആ പുസ്തകം. ഞാൻ ഒരുപാട് വേണം, ഒരു 10 വട്ടമെങ്കിലും ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. ചെറിയ പുസ്തകമാണ്, പക്ഷെ ഞാൻ 10 വട്ടം വായിച്ചു പോയി. അത് വളരെ ഡീപ്നെസ്, ആ പുസ്തകത്തിൻ്റെ ഡീപ്നെസ് കാരണം ഒരു 10 വട്ടമെങ്കിലും ആ പുസ്തകം ഞാൻ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ ഒരു കൊല്ലത്തിൽ 1 വട്ടോ 2 വട്ടോ വീണ്ടും ആ പുസ്തകം വായിക്കും. നല്ല പുസ്തകം. അപ്പം അതിൽ ഫാത്തിമ എന്ന പെൺകുട്ടി തൻ്റെ കാമുകനോട് പറയുന്നൊരു ഭാഗമുണ്ട്. ഞങ്ങൾ മരുഭൂമിയിലെ പെണ്ണുങ്ങൾ, ഞങ്ങളുടെ ഭർത്താവ് യാത്ര പോകുമ്പോൾ ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ മറയുന്നത് പോലെ മാത്രമേ നോക്കി നിൽക്കൂ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരും. പിന്നെ ഞങ്ങൾ നോക്കൂല. എന്തുകൊണ്ട്? മരുഭൂമിയിലേക്ക് മറഞ്ഞ ഭർത്താവ് തിരിച്ചു വരികയും ചെയ്യാം, തിരിച്ചു വരാതെയും ഇരിക്കാം.
ഞങ്ങൾക്ക് തിരിച്ചു വരുമെന്ന് ഉറപ്പൊന്നുമില്ല. അതാ മരുഭൂമി. പാട്ട് അതൊക്കെ സത്യമാണ്, 100% സത്യമാണ്, 100% സത്യമാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതൊക്കെയല്ലേ മനുഷ്യന്മാർ, ദാരിദ്ര്യം. പിന്നെ എന്തുകൊണ്ട് അവർ പോയി? എന്തിനാ കടലിൽ പോയത്? എന്തിനാ കടലിൽ പോയത്? ഇപ്പൊ തകഴിയുടെ ചെമ്മീനാണെന്ന് എൻ്റെ ഓർമ്മ. തകഴി പറയുന്ന ഇതിനെ പുരസ്കരിച്ച് പിന്നീട് വയലാർ പാട്ടുണ്ടാക്കി. എന്താ പാട്ട്? അരയത്തിപ്പെണ്ണ് പിഴച്ചു പോയി, അവനെ കടലമ്മ കൊണ്ടുപോയി. കടലിൽ പോയ ഭർത്താവ് തിരിച്ചു വന്നില്ല. വയലാറായിരിക്കും ആ പാട്ടുണ്ടാക്കിയെന്ന് എൻ്റെ ഓർമ്മ. ഞാൻ ഓർമ്മയിൽ 1960 അവസാനം മറ്റാണ് ആ പാട്ട് വരുന്നത്. എൻ്റെ ഓർമ്മ, ഞാൻ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാണ്. അരയത്തിപ്പെണ്ണ് പിഴച്ചു പോയി, അവനെ കടലമ്മ കൊണ്ടുപോയി. കടലിൽ പോയ ഭർത്താവ് തിരിച്ചു വന്നില്ല. എല്ലാവർക്കും അറിയാം കടലിൽ പോയാൽ അങ്ങനെ പെട്ടെന്ന് തിരിച്ചു വരൂല. എന്നിട്ടും പോയി. കാരണം മനുഷ്യൻ്റെ ദാരിദ്ര്യം. മനുഷ്യന് അടിസ്ഥാനമായി വേണ്ടത് എന്താ? ദാരിദ്ര്യമാണ്. മനുഷ്യന് വേണ്ടത് ദാരിദ്ര്യമാണ്. അപ്പം അത് ദാരിദ്ര്യം അകപ്പെടലല്ല. എന്തകപ്പെടലാണത്? അമ്പിയാക്കൾക്കെല്ലാം സയ്യിദുൽ അംബിയ ആയ മുഹമ്മദ് മുസ്തഫ, ഞാൻ നമ്മളെ കാഴ്ചപ്പാട് മാറ്റണം. രോഗം അകപ്പെടലല്ല. സയ്യിദുനാ അയ്യൂബ് രോഗം ഒരു അകപ്പെടലല്ല. എന്തകപ്പെടലാണ് രോഗം? എന്താ അകപ്പെടൽ? സയ്യിദുൽ അംബിയ അമ്പിയാക്കളെ നേതാവ് മുഹമ്മദ് മുസ്തഫ വലിയ പ്രയാസത്തിലല്ലേ ജീവിച്ച്? ചിന്തിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദുനാ അയ്യൂബ് ഖുർആനും ബൈബിളൊക്കെ വീണ്ടും പറയുന്ന ഒരു നബിയാണ് സയ്യിദുനാ അയ്യൂബ്. പഴയ നിയമം നിറയേണ്ട ഇയ്യോബിനെ കുറിച്ച് പറയുന്നുണ്ട്. സയ്യിദുനാ അയ്യൂബ് വലിയ രോഗിയാ. ചിന്തിക്കുക. ഇപ്പൊ ഈ കഴിഞ്ഞ യൂനിസിന്റെ ഓർമ്മയാണ് അലൈഹിസ്സലാം. لا إله إلا أنت سبحانك إني كنت من الظالمين. سورة الأنبياء 87-ാമത്തെ വചനം. وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ഹബീബായ നബി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കലിമത്തുൻ ഇൻദി, എനിക്കൊരു വാക്ക് കിട്ടിയിട്ടുണ്ട്. മാമിൻ മക്റൂബിൻ യഖൂലുഹാ വയദ്കുറുഹാ വയുകദിറുഹാ ഇല്ലാ ഫറജല്ലാഹു അൻഹു. ഏത് പ്രയാസത്തിൽ അകപ്പെട്ടവനും എനിക്കൊരു വാക്ക് കിട്ടിയിട്ടുണ്ട്. അത് കലിമത്തു അഖി യൂനുസ ഇൻദ ബത്നിൽ ഹൂതി, ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ യൂനുസ് പറഞ്ഞ വാക്കാണ്. എനിക്കൊരു വാക്ക് കിട്ടിയിട്ടുണ്ട്. ആ വാക്കൊരു പ്രയാസപ്പെട്ടവൻ പറഞ്ഞാൽ ആ പ്രയാസം അല്ലാഹു നീക്കി കൊടുക്കാതിരിക്കില്ല. ഏതാ വാക്ക്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെടുക. മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെടുക. മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് മത്സ്യം തന്നെ, മത്സ്യമല്ല എന്ന് പറയണ്ട. അല്ലോ മത്സ്യമല്ല എന്ന് പറഞ്ഞു എന്ന് കേട്ടു. മത്സ്യം തന്നെ. മത്സ്യത്തിൽ സസ്തനികളുമുണ്ട്, സസ്തനികൾ അല്ലാത്തതും. മത്സ്യം പല വിധമുണ്ട്. ഇത് സസ്തനിയായ മത്സ്യമാണ്, അത്രയേ ഉള്ളൂ. മത്സ്യമല്ലെന്ന് പറയണ്ട, മത്സ്യം തന്നെ. മനസ്സിലാവുള്ളൂ. തിമിംഗലം കടലിലെ മത്സ്യവുമാണ്. അത് കടലിലെ ആനയാണ്, ഇതിലെ മത്സ്യമാണ്. അങ്ങനെയൊക്കെ പറയാം. ഇവർ തർക്കം ഉണ്ടാക്കണ്ട. പക്ഷെ ആരും അങ്ങനെ പറയുന്നതായി കേട്ടു. മത്സ്യമല്ല എന്ന് പറയുന്നത് മത്സ്യം തന്നെ. സസ്തനിയായ മത്സ്യമാണ്. മനസ്സിലാവില്ലേ? പുറത്തേക്ക് ശ്വസിക്കുന്ന മത്സ്യമാണ്. ശ്വസിക്കുകയും ഉച്ഛസിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം മത്സ്യമാണ്. മത്സ്യം ഒരു ജാതിയല്ല, മത്സ്യം ഒരു ജാതിയാണ്. മനസ്സിലാവില്ല? ചിന്തിക്കണം. ഏതായാലും അതിൻ്റെ വയറ്റിൽ അകപ്പെട്ടു. ആര്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നീലത്തിമിംഗലത്തിൻ്റെ വയറ്റിൽ 40 ആനകളെ കൊള്ളും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? ഒരു പൂർണ്ണകായനായ നീലത്തിമിംഗലത്തിൻ്റെ വയറ്റിൽ എത്ര? 40 എലിഫൻസ്, 40 ആനകളെ കൊള്ളും. 40 എലിഫൻസ്. ഒരു പൂർണ്ണകായനായ, ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു നീലത്തിമിംഗലത്തിൻ്റെ വയറ്റിൽ എത്ര? 40 ആനകളെ കൊള്ളും. അത്രയും വലുതാണ്. 40 ആനകളെ കൊള്ളും.
കൊള്ളും. അങ്ങനത്തെ നീലത്തിമിങ്ങലകൾ നിറഞ്ഞു കിടന്നിരുന്ന ബഹറാണ്. അവയ്ക്കും ഭക്ഷണം കൊടുത്തത് ആര് തന്നെ? അല്ലാഹ്. ഞാനിവിടെ അതിനല്ലത് പറഞ്ഞത്. പക്ഷേ ഇതിവിടെ പറയാനുള്ള കാരണം എന്താ? അതിൻ്റെ വയറ്റിൽ ദിവസങ്ങളോളം ആഴ്ചകളോളം പാർത്തു സയ്യിദുന യൂനസ്. എന്നിട്ടും അത് അകപ്പെടലായില്ല. അതും അകപ്പെടലല്ല. അതിനേക്കാൾ പ്രയാസം എന്തൊക്കെ ഉണ്ടാവും? ഇതൊന്നും അകപ്പെടലല്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക. കാരണം പുറത്താണെങ്കിലും സംരക്ഷണം നിന്റേത്, അകത്താണെങ്കിലും സംരക്ഷണം നിന്റേത്. പിന്നെന്താ പ്രശ്നം? പുറത്താണെങ്കിൽ സംരക്ഷണം നിന്റേത്, അകത്താണെങ്കിൽ സംരക്ഷണം നിന്റേത്. അത് ചിന്തിക്കണം. വിജ്ഞാനം പഠിച്ചവർ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച വന്നു. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പക്ഷേ നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മരിച്ചുപോയൊരു മനുഷ്യനെ കുറ്റപ്പെടുത്തുക അല്ല കേട്ടോ, അതല്ല. ആ സമയത്ത് മനുഷ്യന് ബുദ്ധി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പഠിച്ച മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോയിട്ടുകൊണ്ടിരിക്കും. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ്? ദാരിദ്ര്യവും പ്രയാസവും മനുഷ്യന് ആദ്യമായി ഉണ്ടാകുന്നതല്ല ഈ കൊല്ലം. മനുഷ്യനെന്നും ദാരിദ്ര്യമാണ്, മനുഷ്യൻ എക്കാലത്തും ദാരിദ്ര്യമാണ്. എന്ന് സുഭിക്ഷത വന്നോ അന്ന് മനുഷ്യന്റെ സിസ്റ്റം തകരും. ഇപ്പൊ ദാരിദ്ര്യം സിസ്റ്റാണ്, അകപ്പെടലല്ല. ഇങ്ങോട്ട് നോക്ക്. ദാരിദ്ര്യം നിന്റെ സിസ്റ്റം ആണെങ്കിൽ അത് അകപ്പെടലാണ്. നമ്മളൊരു 10-40 ഏക്കറയുടെ ഉള്ളിൽ മതിൽ കെട്ടി. ആ മതിൽ കെട്ടിയപ്പോൾ അവർക്ക് മതിലിനുള്ളിൽ നടക്കാം. 100 ഏക്കറ മതിൽ കെട്ടി. എന്നിട്ട് കുറച്ച് ആളുകൾ അതിൽ കൊണ്ടുപോയിട്ടു. അവരെ കുറിച്ച് നമ്മൾ എന്ത് പറയും? ഒരു 100 ഏക്കർ വലിയ മതിൽ കെട്ടി തിരിച്ചു. എന്നിട്ട് കുറച്ച് ആളുകൾ അതിൽ കൊണ്ടുപോയിട്ട് പൂട്ടി. എന്ത് പറയാ അവരെ കുറിച്ച്? എന്താ അവരെ പറ്റി പറയാ? ജയിലിൽ അകപ്പെട്ടവരെന്ന് പറയും അല്ലേ? എന്താ ഉറങ്ങണ പറ. അവരെ പറ്റി എന്താ പറയാ? ജയിലിൽ അകപ്പെട്ടവർ. ശരി, ആ മതിൽ ഒന്നുകൂടി വലുതായിക്കളാ. ഭൂമിയാണ് മതിലെങ്കിലോ? ഭൂമി മനസ്സിലായില്ല. 100 ഏക്കറൊക്കെ പുറത്തുള്ളത് കൊണ്ടല്ലേ 100 ഏക്കർ ജയിലായത്. ഈ മാനം മുട്ടി നിൽക്കുന്ന എന്ന് പറയാം, അതൊരു സാഹിത്യവാക്കാം. ഈ കാണുന്ന ഇതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ലെങ്കിൽ ഇതും ജയിലല്ലേ? ഇത് ജയിലല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് സിസ്റ്റം ആയതുകൊണ്ടാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞു. യാ മഅശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്താരി സമാവാതി വൽ അർളി ഫൻഫുദു ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. വിട്ടുപോകാൻ കഴിയുന്നവർ പോയിക്കോളൂ, പോകൂല. അപ്പൊ ഇത് ജയിലാ. എടോ, കണ്ണൂർ ജയിലായതുകൊണ്ട് ജയിലായത് എന്തുകൊണ്ടാ? പുറത്ത് വിശാലം നിൽക്കുമ്പോഴല്ലേ? ഒന്നും കൂടി അത് വലുതാക്കളാ. മനസ്സിലായില്ല. ആ കണ്ണൂർ സെൻട്രൽ ജയിൽ 100 ഏക്കറയാണ് എന്ന് എക്സാമ്പിൾ. ആ 100 ഏക്കറിൽ മതിൽ കെട്ടിയപ്പോൾ പുറത്തൊരു സ്ഥലം ഉള്ളത് കൊണ്ട് അതെന്താണ്? ജയില. എന്നാൽ ജനിച്ച് അവിടെ ഒരു ഉറുമ്പ് ജനിച്ചു, അവിടെ തന്നെ മരിക്കുന്നു. ഒരു ഉറുമ്പാണ് ജനിച്ചു. എന്നിട്ട് ഉറുമ്പ് അവിടെ ഈ 100 ഏക്കറിൽ ഒരു ഓന്ത് ജനിച്ചു. എന്നിട്ട് ഓന്ത് ഒരു 10 കൊല്ലം ജീവിച്ചു. ഓന്ത് അവിടെ തന്നെ മരിച്ചു. ഒരു അരണ അവിടെ ജനിച്ചു, മരിച്ചു. അരണക്കത് ജയിലല്ലോ, ഓന്തിനത് ജയിലല്ലോ. എന്താ ഉറങ്ങണ? ആ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഉള്ളിലുള്ള ഒരു ഭരണിയിൽ ഒരു ഉറുമ്പ് അകപ്പെട്ടു. അപ്പോൾ അതിന് അവിടെ ജയില. എന്തുകൊണ്ട്? അതിന് പുറത്തൊരു ലോകമുണ്ട്. പുറത്തുണ്ടായതുകൊണ്ടല്ലേ അകത്ത് എന്നുള്ള ജയിലാവണ്. പുറം എന്നൊന്നും ഇല്ലെങ്കിലോ അത് ഇഷ്ടല്ലേ? മനസ്സിലാവുണ്ട് പറഞ്ഞത്? നിങ്ങൾ ഇതെന്താ ചിന്തിക്കാത്തത്? മനസ്സിലായില്ല. രണ്ടിനെ കാണുമ്പോഴല്ലേ അവിടെ പ്രശ്നമുള്ളൂ. അമ്പിയാക്കൾ നമ്മളോട് പറഞ്ഞത് ഭൗതികമായ കാര്യത്തിൽ മുകളിലേക്ക് നോക്കരുതെന്നാണ്. ദീൻ കാര്യത്തിലെ മുകളിലേക്ക് നോക്കാവൂ. അലാമത്തു ശഖാവത്തി അർബഅ,
ഒരു മനുഷ്യൻ ദോഷിയാകുന്നതിന്റെ അടയാളം 4 എണ്ണമാണ്. ഒരു മനുഷ്യൻ ദോഷിയാവുന്നതിന്റെ അടയാളം 4 എണ്ണമാണ്. ദിക്റുൽ ഹസനാത്തിൽ മാളിയ, കഴിഞ്ഞകാല നന്മകൾ ഓർത്തുവെക്കുക. നിസിയാൻ ദുനൂബിൽ മാളിയ, കഴിഞ്ഞകാല തിന്മകൾ മറന്നുപോവുക. എഴുതി വെച്ചാളി. വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണത്. ഒരു മനുഷ്യൻ ദോഷിയാണെന്നതിന്റെ അടയാളം 4 കാര്യമാണ്. 1, ദിക്റുൽ ഹസനാത്തിൽ മാളിയ, കഴിഞ്ഞകാല നന്മകൾ ഓർത്തുവെക്കുക. വനിസിയാൻ ദുനൂബിൽ മാളിയ, കഴിഞ്ഞകാല തിന്മകൾ മറന്നുപോവുക. അന്നദറു അലാ ഇലാമാൻ ഫൗഖഹു ഫി അംരി ദുനിയ, ഭൗതിക കാര്യങ്ങൾ തന്റെ മുകളിലുള്ളവരിലേക്ക് മാത്രം നോക്കുക. വന്നദറു ഇലാമൻ അസ്ഫല മിൻഹു ഇലാ ഫി അംരി ദീൻ, ദീൻ കാര്യത്തിൽ താഴെയിലേക്ക് നോക്കുക. ഭൗതിക കാര്യത്തിൽ മുകളിലേക്ക് നോക്കുക. ഒരുത്തന്റെ മകൻ പോയിട്ട് ഷെയ്ഖിന്റെ വീട്ടിൽ ജോലി കിട്ടി, മാസത്തിൽ 10 ലക്ഷം അയക്കുന്നു. നമ്മൾ 4 മക്കൾ ഗൾഫ് പോയിട്ട് ഇപ്പോഴും മര്യാദക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മളൊന്നും പോയിട്ട് കാര്യമില്ല, നമ്മളൊന്നും വളർന്നിട്ട് കാര്യമില്ല എന്ന് പറയാ. പോൻ ആരായി പറഞ്ഞ കാപ്പറല്ലേ? ആരെയോ നിഷേധിച്ചത്, ആരവൻ അസിസിലേക്ക് ചേർത്തത്, ആര്യവൻ കണ്ടില്ല എന്ന് നടിക്കുന്നവൻ എന്ന് ആരെ പറ്റിയാ പറഞ്ഞത്? നമ്മളെപ്പോലത്തെ ദ്വാരന പഠിച്ചോൻ കാണൂല. അപ്പൊ ആരുടെ നീ ആക്ഷേപിച്ച് പറ? നിന്റെ സ്വന്തം റബ്ബിന് എന്താ അതാണാകപ്പെടൽ. അന്നദറു ഇലാമൻ ഫൗഖഹു ഫി അംരി ദുനിയ, ഭൗതിക കാര്യത്തിൽ മുകളിലേക്ക് നോക്കുക. വന്നദറു ഇലാമൻ അസ്ഫല മിൻഹു ഫി അംരി ദീൻ, ദീൻ കാര്യത്തിൽ താഴേക്ക് നോക്കുക. 5 വക്തും ജമാഅത്തിന് പോകുന്ന നമ്മൾ ജമാഅത്തിന് പോകാതെ അപ്പുറത്ത് കച്ചവടം ചെയ്യുന്ന ഒരുത്തനെ പറ്റി വിചാരിക്കാം, ഓനെക്കാളല്ലോ ഞാൻ തന്നെയാണ്, ഓനെ പള്ളിയിൽ പോയി കണ്ടിട്ടില്ല, എന്താണ് എൻ്റെ പള്ളി? ഈ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പത്രം വായിച്ചിരിക്കും. ഈ പള്ളി കാണാത്ത ഇവല്ലേ? എന്തുകൊണ്ട് ഈ പള്ളി പോകാത്തവനാണ് സ്വർഗത്തിൽ കിടക്കുന്നൊന്നും അതിന് മയങ്ങി വെക്കണ്ട, പറഞ്ഞിന് മയനണ്ട. സ്വർഗം പടച്ചോന്റെ ദാനമാണ്. അതാർക്ക് കൊടുക്കണം എന്നത് ആർക്കറിയും? അല്ലാഹ്. മനസ്സിലാവണ്ടോ? വളരെ ചിന്തിക്കണം. നമ്മൾ വിചാരിക്ക നമ്മൾ മേലെയാണ്. നമ്മളൊരു 10 റുപ്യ സ്വതക്ക കൊടുക്കും വിചാരിക്ക ഈ നാട്ടിൽ 10 റുപ്യ കൊടുക്കണോ ഞാനാണ് വിചാരിക്കുമല്ലേ? പറയണ്ട എന്നാലും എന്താവും? പറയണ്ട എന്നാലും എന്താ? ഒരു 10 റുപ്യ ഒരാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെ കരയാണ് വേണ്ടത്. എന്റെ റബ്ബ് എനിക്ക് ചെയ്ത നിഅമത്ത്, ഇത് കാരണം ഞാൻ ചെയ്ത പാപങ്ങളെ കഴുകിത്തരണം. ഇത് കഫാറത്തു ദുനൂബാണ് ഈ ചെയ്ത്. മനസ്സിലായോ? ഇത് നിന്റെ ഒരു അവസര, പടച്ചോന്ന അവസരം. എന്തിന്? നീ ചെയ്ത തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ. പറഞ്ഞത് മനസ്സിലായി? വളരെ ചിന്തിക്കണം. അപ്പൊ ദീൻ കാര്യത്തിൽ എപ്പോഴും നമ്മൾ മുകളിലേക്ക് നോക്കണം. ഭൗതിക കാര്യത്തിൽ താഴേക്ക് നോക്കണം. കാലില്ലാത്തവൻ ഒരുത്തന് കാലില്ല, അപ്പോൾ അവൻ നോക്കേണ്ടത് കാലും കയ്യും ഇല്ലാത്തവനെ പോലെ അങ്ങോട്ട് പോകണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അല്ലാഹ് അൽഹംദുലില്ലാഹ്. മനസ്സിലായില്ലേ? ഒരാൾക്ക് വിരലില്ല, ഒരാൾക്ക് കാലുമില്ല. അപ്പൊ വിരലില്ലാത്തവൻ ആരിലേക്ക് നോക്കണം? പൂർണ്ണകായനായി എല്ലാം ഉള്ളവനായി നടക്കുന്നവനെല്ലാം നോക്കണ്ട്. പ്രശ്നം എന്നാലും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മനസ്സിലായില്ലേ? വളരെ ചിന്തിക്കണം. ഒരു മനുഷ്യൻ ദോഷിയാകുന്നതിന്റെ അടയാളം. അപ്പോൾ അവൻ മനസ്സിലാക്കണം, ഞാൻ ദോഷിയാണ്. എന്തൊക്കെ പറ? ദിക്റുൽ ഹസനാത്തിൽ മാളിയ, കഴിഞ്ഞകാല നന്മകൾ ഓർത്തു വെക്കുക. കഴിഞ്ഞകാല നന്മ. ഈ ഗൾഫ് പോകാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഉസ്താദെ ഒരു 10,000 റുപ്യേൻ്റെ കമ്മിയുണ്ട്, ടിക്കറ്റിന് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് 10,000 തരാം. പിന്നെ 4 കൊല്ലം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഈ ഇന്നെ കാണാൻ വന്നില്ല. 2 കൊല്ലം കഴിഞ്ഞ് വന്ന് ഇനി 2 പോക്ക് വരവ് കഴിഞ്ഞു, വന്നില്ല. എന്നിട്ട് 3ാമത്തെ വരവിന് എന്നെ ഏതോ കല്യാണത്തിന് വെച്ച് കാണുമ്പോൾ ഞാൻ എന്ത് പറയാം? അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇവിടുന്ന് പോണീൻ്റെ തലേന്ന് എനിക്ക് ഓർമ്മ ഉണ്ടോ? എന്താ ഉണ്ടായത്? ഓർമ്മ ഉണ്ടോ? ഇതന്നെ. ഇപ്പം നീ ആരാണ്?
പക്ഷെ ഈ ആരടപ്പോ ഈ ദോഷിടങ്ങായി മറ്റോൻ വന്ന് 2 കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് കരഞ്ഞു. അപ്പം ഈ എന്തിനപ്പോൾ കരയണ്? ഓർമ്മയില്ല. ഈ 10,000 കൊടുത്ത് ഇപ്പോൾ നിനക്ക് 10,000 കൊടുത്ത് നിനക്ക് ഓർമ്മയില്ല. എന്തിനാണ് കരയണ്? അല്ല ഞാൻ ആ ദിവസം ഓർത്തു. എന്താ പറയണത്? ഓർമ്മയില്ല. പിന്നെ ഓർമ്മയില്ല. പിന്നെ പറഞ്ഞു നിങ്ങൾ ആ 10,000 അന്ന് തന്നിട്ടില്ലെങ്കിൽ 10,000 കൊടുത്ത് ഓർമ്മയില്ല. ഒരു നന്മ ചെയ്ത് ആ സെക്കൻഡിൽ മറന്നോണം. ഒരു നന്മ ചെയ്താൽ ആ സെക്കൻഡിൽ മറന്നോണം. നന്മ ഓർത്ത് വെക്കരുത്. നന്മ ഓർത്ത് വെക്കുക ചെയ്യരുത്. ഒരാളെ സഹായിച്ചാൽ ഓർത്ത് വെക്കരുത്. നന്മ മനസ്സിലായില്ല. നന്മ ചെയ്താൽ ഓർത്ത് വെക്കരുത്. ഒരിക്കലും ഓർത്ത് വെക്കരുത്. മറന്നോണം. അതേ സമയത്ത് ഒരബദ്ധം സംഭവിച്ചു പോയാൽ മറക്കും ചെയ്യരുത്. ഒരബദ്ധം സംഭവിച്ചു എടോ, ഒരു പഴത്തിൻ്റെ ഒരല്പഭാഗം കടിച്ചതിനാണ് ഒരു മനുഷ്യൻ റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് കരഞ്ഞുകൊണ്ട് നടന്നത്. 1000 വർഷം, 1000 years. എന്താ പറഞ്ഞേ? എവിടെയുണ്ട് ഈ വാക്ക്? അത് അഅറാഫ് സൂറത്തിലുണ്ട്. ഖാല റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഖാല, അവർ രണ്ടാളും പറഞ്ഞുകൊണ്ടേ നടന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേ നടന്നു. എന്താണ് അവർ രണ്ടാളും? ഖാല, അവർ രണ്ടാളും പറഞ്ഞുകൊണ്ടേ നടന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേ നടന്നു. എന്താ രണ്ടാളും അവർ പറഞ്ഞുകൊണ്ട് ഉരുവിട്ടുകൊണ്ട് നടന്നത്, പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നത്? റബ്ബനാ വലം, ഞങ്ങളുടെ റബ്ബേ, വലംനാ അൻഫുസനാ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം ചെയ്തുവല്ലോ. വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലേ. വതർഹംനാ, നീ ഞങ്ങളോട് കരുണ കാട്ടിയില്ലേ. ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജിതരിൽ തീർച്ചയായും പെട്ടുപോകുമല്ലോ. നീ കരുണ കാട്ട്, നീ കരുണ കാട്ട്, നീ പൊറുത്തുതാ. എത്ര വർഷം പറഞ്ഞ്? 1000. എന്ത് ചെയ്തുള്ളൂ? ഒരു പഴത്തിന്റെ അല്പഭാഗം കടിച്ചുപോയി. പഴത്തിന്റെ അല്പഭാഗം കടിച്ചുപോയി. ഒരു പഴത്തിന്റെ അല്പഭാഗം കടിച്ചുപോയി. പിന്നീട് പറയാൻ അതിൽ കുറച്ച് ഭാഗം പറയാനുണ്ട്. ഇപ്പം പറയുന്നില്ല, ഇപ്പം പറയുന്നത് വിഷമാണ്. പിന്നെ പറയാം. ഇതിൽ കുറച്ച് ഭാഗം പറയാനുണ്ട്. മനസ്സിലുള്ള പിന്നെ ഞങ്ങളോട് ചോദിച്ചാൽ മതി. എന്താ പറഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായില്ലേ? അല്പഭാഗം കടിച്ചുപോയി. അന്ന് പിന്നെ ഭൂമിയിൽ ഇറങ്ങി പ്രാർത്ഥിച്ചു. എത്ര കൊല്ലം? 1000 കൊല്ലം. അവർ മറന്നിട്ടേയില്ല.